ഗൾഫ് രാജ്യങ്ങളിൽ അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ടൈപ്പിംഗ്, HR, ക്ലറിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ ജോലി നോക്കുന്നവർക്കുള്ള ഗൾഫ് ജോബ് ട്രെയിനിങ്ങിൻ്റെ പുതിയ ബാച്ച് ജനുവരി 5 ആരംഭിക്കുകയാണ്. എക്സ്പ്ലോർ ഇൻ്റർനാഷണലിന് 10 സ്റ്റഡി സെൻറ്ററുകൾ കേരളത്തിലുണ്ട്. ഓൺലൈനായിട്ടും പഠിക്കാം. ദുബൈയിൽ 6 ട്രാൻസ്ലേഷൻ ആൻഡ് ടൈപ്പിംഗ് സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കോഴ്സ് പൂർത്തിയാക്കിയ ആളുകൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UAE, ദുബൈയിലൊക്കെ ജോലിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യവും എക്സ്പ്ലോർ ഇൻ്റർനാഷണലിലുണ്ട്. +2 കഴിഞ്ഞ് നേരിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് 6 മാസവും, ഡിഗ്രി PG കഴിഞ്ഞവർക്ക് 3 മാസത്തെയും കോഴ്സാണ് നൽകുന്നത്. താല്പര്യമുള്ള ആളുകൾ 9539051386 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ധാരാളം ആളുകൾ ഡിഗ്രി PG കഴിഞ്ഞ് പ്രത്യേകിച്ചൊരു പരിശീലനവും നേടാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് പോവുകയും അവിടെ അവരവരുടെ എഡ്യൂക്കേഷൻ യോഗ്യതക്കനുസരിച്ചുള്ള മികച്ച ജോലി കിട്ടാതെ നിരാശപ്പെടുകയും ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു ഫിനിഷിംഗ് സ്കൂൾ പരിശീലനമാണ് ഈ ഗൾഫ് ജോബ് പരിശീലനത്തിലൂടെ എക്സ്പ്ലോർ ഇൻ്റർനാഷണൽ നൽകുന്നത്. ഇതിൽ അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ടൈപ്പിംഗ്, അറബിക് ഇംഗ്ലീഷ്, അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ പഠനം ഉണ്ടാവും. അതേപോലെ കസ്റ്റമേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യാൻ സ്പോക്കൺ അറബിക്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയും പരിശീലിക്കും. അതോടൊപ്പം ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും മറ്റുള്ള കസ്റ്റമർ സർവീസ് സേവന മേഖലയിലും പരിശീലനം നേടിയിട്ടാണ് വിദ്യാർത്ഥികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നത്. കഴിഞ്ഞ 10 വർഷമായി ധാരാളം നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കണ്ടെത്താൻ സഹായിക്കാൻ എക്സ്പ്ലോർ ഇൻ്റർനാഷണലിന് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പോഴൊക്കെ ട്രാൻസ്ലേഷൻ മേഖലകളിലൊക്കെ ജോലി സാധ്യത ഉണ്ടാവും, AI ഒക്കെ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് എല്ലാ ആളുകളും ട്രാൻസ്ലേറ്ററായിട്ടല്ല പലപ്പോഴും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നത്. അറബിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സ്പേർട്സിന് ധാരാളം അവസരങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ട്രാൻസ്ലേഷനായിരിക്കാം, അല്ലെങ്കിൽ ക്ലറിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, HR മേഖലകളിലായിരിക്കാം. ഇപ്പോൾ ട്രാൻസ്ലേഷൻ ഒരു ഡോക്യുമെൻ്റ് ട്രാൻസ്ലേഷൻ ചെയ്താലും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ഹ്യൂമൻ സ്റ്റാഫിൻ്റെ റോളാണ്. അതുകൊണ്ട് ഈ കോഴ്സിന് എപ്പോഴും